അനുഭാവികളായ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കുന്നത് ഇത്ര വലിയ അപരാധമാണോ? സംഘപരിവാറിന് ഈ വിഷയത്തിൽ ഇത്തിരി കലിപ്പുണ്ട്. മേനകയുടെ മകൾ കീർത്തി സുരേഷിന്റെ വിവാഹമാണ് ഇപ്പോഴത്തെ വിഷയം. പക്ഷെ എങ്ങനെയാണ് അതൊരു ലവ് ജിഹാദ് ആയി മാറുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകാത്ത ഒരു ചോദ്യം. തെന്നിന്ത്യയിലെ താരറാണിയായ മലയാളി കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. സ്കൂൾ കാലം മുതൽ സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ. ഇരുവരും ദീർഘകാലമായി പ്രണയത്തിലായിരുന്നെന്നും സൂചനയുണ്ട്. രണ്ടു വീട്ടുകാരുടെയും സമ്മതത്തോടെ അടുത്തു തന്നെ ആഘോഷമായി വിവാഹവും നടക്കും. കീർത്തിയുടെ വിവാഹ വാർത്ത പുറത്തു വന്നതു മുതൽ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ അനുകൂലികളുടെ തെറിവിളിയും അധിക്ഷേപവും കൊണ്ട് നിറയുകയാണ്. കീർത്തി ക്രിസ്ത്യൻ വിശ്വാസിയായ ആന്റണിയെ വിവാഹം ചെയ്യുന്നതാണ് ഇവരുടെ പ്രശ്നം. ഇത് ലവ് ജിഹാദ് ആണെന്നും സ്വന്തം സമുദായത്തിലെ ആരെയും കിട്ടിയില്ലേ എന്നുമൊക്കെയാണ് സംഘപരിവാറുകാരുടെ ചോദ്യം. കീർത്തിയുടെ മാതാപിതാക്കളായ സുരേഷ് കുമാറും മേനകയും BJP അനുഭാവികളാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മേനക BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളുമുണ്ടായിരുന്നു. ഇരുവരും BJPയുമായുള്ള അടുപ്പം പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ്. ഇത്തരമൊരു കുടുംബത്തിനെതിരെയാണ് അതേ പാർട്ടിയുടെ തന്നെ അനുഭാവികൾ തെറിവിളിയുമായി എത്തിയിരിക്കുന്നത് എന്നതാണ് ഇതിലെ കൗതുകം. നാടുനീളെ ലവ് ജിഹാദിനെ അപലപിച്ച് നടന്നവർ സ്വന്തം വീട്ടിൽ നടന്നത് അറിഞ്ഞില്ലേ എന്നാണ് സമൂഹ മാധ്യമത്തിലെ പരിഹാസം. വിവാദമായ ദി കേരള സ്റ്റോറി സിനിമയെ അനുകൂലിച്ച് സുരേഷ് കുമാർ നേരത്തെ പരാമർശം നടത്തിയിരുന്നു. അതേ സുരേഷ് കുമാർ തന്നെ മകളുടെ മറ്റൊരു സമുദായക്കാരനുമായുള്ള വിവാഹത്തിന് എങ്ങനെ അനുമതി കൊടുക്കാൻ തോന്നി എന്നാണ് സംഘപരിവാറുകാരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടം. ബ്രാഹ്മണ കുടുംബവും അതിലുപരി സംഘപരിവാറുകാരുമായ മേനക സുരേഷ് കുമാറിന്റെ മകൾ കീർത്തി സുരേഷ് ക്രിസ്ത്യാനിയായ ആന്റണിയെ വിവാഹം കഴിക്കുന്നതിൽ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? അവർക്ക് പ്രത്യേകിച്ച് ഒരു എതിർപ്പും ഇല്ല. പക്ഷേ സംഘികൾ പറയുന്നത് കീർത്തി എന്ന ഹിന്ദുവിനെ കല്യാണം കഴിക്കുന്നത് ആന്റണിക്ക് പകരം ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ആടുമേയ്ക്കാൻ കൊണ്ടുപോകുമായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു ആരോപണം അവർ ഉന്നയിക്കണമെങ്കിൽ ഇതിനു മുൻപും അങ്ങനെ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകുമല്ലോ. ശരിയാണ്, ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും വിവാദമായ 2 കേസുകളുണ്ട്. കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി എന്ന് പറയപ്പെടുന്ന ഏക ഹിന്ദു പെൺകുട്ടി ബിന്ദുവിന്റെയും സമ്പത്തിന്റെയും ഏക മകൾ നിമിഷയാണ്. കളവരപ്പറമ്പിൽ ഫ്രാൻസിസ് വിൻസെന്റിന്റെയും ഗ്രേസിയുടെയും മകനായ ബെക്സൺ വിൻസൻ ആണ് നിമിഷയെ അഫ്ഗാനിസ്ഥാനിലേക്ക് കടത്തിയത്. അപ്പോഴും ക്രിസ്ത്യൻ പെൺകുട്ടിയെയും അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിച്ചിട്ടുണ്ടല്ലോ, മെറിൻ ജേക്കബിനെ. സംശയിക്കേണ്ട, എത്തിച്ചത് കളവറപ്പറമ്പിൽ ഫ്രാൻസിസ് വിൻസെന്റിന്റെയും ഗ്രേസിയുടെയും വേറൊരു മകൻ തന്നെയാണ്. ബെറ്റ്സൺ വിൻസെന്റ് എന്നാണ് അവന്റെ പേര്. ബെറ്റ്സണും യഥാക്രമം ഈസ, യഹ്യ എന്നിങ്ങനെ മുസ്ലിം പേരുകൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ എന്നായിരിക്കും അടുത്ത സംശയം. ഔദ്യോഗികമായി ഇസ്ലാം സ്വീകരിച്ച് സർട്ടിഫിക്കറ്റ് നേടാൻ 2 കേന്ദ്രങ്ങളാണ് കേരളത്തിലുള്ളത്. കോഴിക്കോട് തർബിയയും പൊന്നാനിയിലെ മുഉന്നത്തും. ഇവിടെ 2ഇടത്തും വിൻസെന്റിന്റെ മക്കളുടെ രേഖകൾ ഒന്നുമില്ല. ഗസറ്റിൽ കൊടുത്ത് മതം മാറിയതിന് തെളിവുണ്ടോ? അതുമില്ല. ഞാൻ ഈസ, ഇവൻ യഹ്യ എന്ന് പറഞ്ഞ് തൊപ്പിയുമിട്ട് താടിയും വെച്ച് നടന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇസ്ലാമിനോടുള്ള അടങ്ങാത്ത മുഹബത്ത് കൊണ്ട് ഇസ്ലാമിലോട്ട് വന്നു എന്ന് പറയപ്പെടുന്ന അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള കുടുംബമായ ഈ ജ്യേഷ്ഠനും അനിയനും ഏതൊരു മുസ്ലിമാനും പോകാൻ ആഗ്രഹിക്കുന്ന മക്കയോ മദീനയോ സന്ദർശിക്കാൻ മെനക്കെട്ടോ? അതുമില്ല. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പുണ്യസ്ഥലമായ ജെറുസലേമിലോട്ട് ഈ ജ്യേഷ്ഠനും അനിയനും എത്തിയോ? അതുമില്ല. ഖുറാനിൽ പറഞ്ഞ ഇസ്ലാമിന്റെ 3 പുണ്യഭൂമിയിലോട്ടൊന്നും പോവാത്ത വിൻസെന്റിന്റെ മക്കൾ അഫ്ഗാനിസ്ഥാനിലെ മലയിടുക്കിലോട്ട് പുണ്യം കിട്ടാൻ പലായനം ചെയ്തു പോലും. പുണ്യം കിട്ടാനോ അതോ ഡോളറിൽ ശമ്പളം കിട്ടാനോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഇസ്ലാം വിരുദ്ധത തലയ്ക്ക് പിടിച്ച സംഘികളുടെ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന IPSകാരും IPSകാരികളും തൊപ്പി ഊരുമ്പോൾ കടുത്ത വിദ്വേഷവും വെറുപ്പും മാത്രം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് തൊപ്പി ധരിപ്പിക്കുമ്പോൾ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് കരുതാൻ മാത്രം മാന്ത്രിക ശക്തിയുള്ള ഒന്നല്ലല്ലോ ആ തൊപ്പിയും യൂണിഫോമും ഒന്നും. ഇത്തരക്കാർക്ക് അതൊരു തുണിക്കഷ്ണം മാത്രമാണ്. അന്നും ഉണ്ടാവില്ലേ സംഘികളുടെ മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പുകൾ? എന്നിട്ട് അതെല്ലാം എരിവും പുളിയും ചേർത്ത് ഇസ്ലാം മതത്തിന്റെ തലയിലേക്ക് വെച്ച് കെട്ടാൻ ചുറ്റും തക്കം പാർത്തിരിക്കുന്ന ഇസ്ലാം വിദ്വേഷികളും. കമ എന്നൊരക്ഷരം ഉരിയാടാതെ എല്ലാം തലയിൽ ഏറ്റുവാങ്ങുന്നവരും ഈ കൂട്ടത്തിൽ ഉണ്ട്.
ഇസ്ലാമിനെ ആഗോളതലത്തിൽ ഭീകരവൽക്കരിക്കുന്നതിന്റെ ക്രൂസൈഡ് ജൂത ലോബികളുടെ ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇന്ത്യയിലും കേരളത്തിലും വിദ്വേഷ പ്രചരണങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നത്. ഇവിടെ സംഘികളും ക്രിസംഘികളും അത് ഏറ്റെടുത്ത് നടക്കുന്നു എന്നേ ഉള്ളൂ. അത് തന്നെയാണ് കീർത്തി സുരേഷ് ഒരു ക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കുന്നത് ലവ് ജിഹാദ് ആണെന്ന് വരുത്തി തീർക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശ ലക്ഷ്യവും. വളരെ പരിഷ്കൃതമായ ഒരു കുടുംബം മകളുടെ ഇഷ്ടത്തിനൊപ്പം നിൽക്കുമ്പോൾ എന്തിനാണ് അതിൽ ലവ് ജിഹാദും മറ്റും കുത്തിക്കേറ്റുന്നത് എന്ന് സ്വയം ചോദിക്കുക. അവർ ഇഷ്ടം പോലെ ജീവിക്കട്ടെ എന്ന് കരുതിയാൽ പോരെ. അടുത്ത മാസം ഗോവയിലാണ് കീർത്തിയുടെ വിവാഹ നിശ്ചയ ചടങ്ങ് നടക്കുന്നത്. മലയാള ചിത്രം ഗീതാഞ്ജലിയിലൂടെയാണ് കീർത്തി നായികയായി എത്തുന്നത്. ഇപ്പോൾ തമിഴ് തെലുങ്ക് സിനിമയിൽ തിരക്കുള്ള താരമാണ്. മഹാനടി എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കീർത്തി നേടിയിട്ടുണ്ട്.